ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേലിന്റെ കനത്ത ആക്രമണം. ഇറാന്റെ ആണവ പ്ലാന്റുകളെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈനിക വിഭാഗമായ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ഇറാന്റെ വിവിധ പ്രദേശങ്ങളിലെ ആണവ പ്ലാന്റുകൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നാണ് IDF അവകാശപ്പെടുന്നത്. ഇസ്രയേൽ എയർഫോഴ്സ് വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആദ്യ ആക്രമണം. ഇറാനെതിരെ നടന്ന ആക്രമണം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ റൈസിംഗ് ലയണാണ് ഇറാനെതിരെ നടപ്പാക്കുന്നതെന്നും ഇസ്രയേൽ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. കാലങ്ങളായി ഇസ്രയേലിനെ തകർക്കണമെന്ന ഉദ്ദേശവുമായി ഇറാനിയൻ ഭരണകൂടം മുന്നോട്ടു പോകുകയായിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ കൂടുതലായി നിർമ്മിക്കുന്നുവെന്ന് തങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗം കഴിഞ്ഞ മാസം കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി നിരവധി ആണവ പ്ലാന്റുകളും അവർ നിർമ്മിച്ചു. ഇന്ന് പുലർച്ചെയോടെ IDF പ്രിസസീവ് ആക്രമണം ഇറാനെതിരെ നടത്തി. ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാനെ തടയുകയാണ് തങ്ങളുടെ ലക്ഷ്യം. ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭീഷണിക്കെതിരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു മാർഗവും തങ്ങളുടെ മുന്നിലില്ല. ലോകത്തിന്, പ്രത്യേകിച്ച് ഇസ്രയേലിന് ഭീഷണിയായേക്കാവുന്ന ആണവായുധ നിർമ്മാണത്തിൽ ഇറാനെ പിന്തിരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഓപ്പറേഷൻ പ്രതിരോധത്തിനായാണ്, ഞങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ്. IDF വലിയ തയ്യാറെടുപ്പുകളാണ് ആക്രമണത്തിനു വേണ്ടി നടത്തിയത്. പ്രതിരോധത്തിനു വേണ്ടിയുള്ള നടപടികളും IDFന്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ടെന്നും IDF വക്താവ് സമൂഹ മാധ്യമമായ എക്സിലൂടെ അറിയിച്ചു. മേഖലയിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത്. വെള്ളിയാഴ്ച രാവിലെ ഇറാനിൽ സ്ഫോടനം കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് പകരമായി ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. അതേസമയം തങ്ങളുടെ ആക്രമണം ഇറാനിലെ ജനതയ്ക്ക് നേരെയല്ലെന്നും ഇറാനിലെ ഏകാധിപത്യ സർക്കാരിനെതിരെയാണെന്നും നെതന്യാഹു പറഞ്ഞു. ഓപ്പറേഷൻ തുടരുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം വ്യാപകമാക്കുമെന്നും നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. ടെഹ്റാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാഖ് തങ്ങളുടെ വ്യോമപാത അടച്ചു. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രമായ നടാൻസ് ആണവ പ്ലാന്റും ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇറാന്റെയും അവരെ പിന്തുണയ്ക്കുന്ന പ്രോക്സികളുടെയും മിസൈൽ പരിധിയിലുള്ള രാജ്യങ്ങളും സംസ്ഥാനങ്ങളും ഏറെ ഭയത്തോടെയാണ് നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നത്. എണ്ണ വിപണികൾ ഇതിനകം തന്നെ സംഘർഷഭീതി പുറത്തുവന്നതോടെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അമേരിക്ക അവരുടെ വിവിധ എംബസികൾ ഒഴിപ്പിക്കൽ നടത്തുകയാണെന്ന വാർത്ത പുറത്തുവന്ന ഉടനെ തന്നെ ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് 4% നിന്ന് ഒറ്റയടിക്ക് ഉയർന്ന $61 ഈ സ്ഥിതി തുടർന്നാലും വഷളായാലും ഇത് ഇനിയും കുത്തനെ വർദ്ധിക്കുക തന്നെ ചെയ്യും. ലോകത്തിലെ എണ്ണയുടെ 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലോ അതിനടുത്തുള്ള ഏതൊരു സംഘർഷവും വിലയിൽ കൂടുതൽ വർധനവിന് കാരണമാകുമെന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. സംഘർഷാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ അമേരിക്ക 6ാം വട്ട ആണവ ചർച്ചകളും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഈ വാരാന്ത്യത്തിൽ ഒമാനിൽ വെച്ച് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയെ കാണാൻ അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പദ്ധതിയിട്ടിരുന്നു. അതാണിപ്പോൾ ഇസ്രയേൽ ഇറാൻ ബന്ധം കൂടുതൽ വഷളായതോടെ ത്രിശങ്കുവിലായിരിക്കുന്നത്. ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ഇനി ചർച്ച കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിനിടെ ഇറാനിലുണ്ടായ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് വൈറ്റ് ഹൌസ് പറഞ്ഞിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.